സംസ്ഥാന ബജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശത്തിൽ വിവാദം പുകയുന്നു. നടപടിക്കെതിരെ കോൺഗ്രസിലും UDFിലും വലിയ രീതിയിൽ അതൃപ്തിയുണ്ട്. ആശങ്കകൾ ദൂരീകരിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗും രംഗത്തെത്തി. ആശങ്കകൾ ദൂരീകരിക്കണമെന്ന് ചന്ദ്രികയുടെയും സുപ്രഭാതത്തിന്റെയും മുഖപ്രസംഗത്തിലെ ലേഖനത്തിൽ വ്യക്തമാക്കി സാദിഖ് അലി തങ്ങൾ. റിയാസ് KM ചേരുന്നു വിവരങ്ങളുമായി. റിയാസ്, ഏതായാലും ഈ ഒരു വിവാദമായിരിക്കുകയാണ് ഈ ഒരു ബജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ്. ഇപ്പോൾ ഇത് വലിയ രീതിയിൽ UDFിൽ അടക്കം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇന്ന് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിലും ഒപ്പം തന്നെ സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിലുമാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പിറക്കട്ടെ ലഹരിമുക്ത ഗ്രാമങ്ങൾ എന്ന പേരിൽ ഒരു ലേഖനം എഡിറ്റോറിയലിൽ എഴുതിയത്. അതിലാണ് മുസ്ലിം ലീഗിന്റെ ആശങ്ക, ഈ മദ്യനികുതി ഇളവുമായി ബന്ധപ്പെട്ട ആശങ്കയെ കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നത്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഈ ലഹരി വിമുക്ത പരിപാടിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. അതിന്റെ ഒരു അവസാനത്തെ പാരഗ്രാഫിലാണ് ലഹരിയെ നാട് കടത്താനുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെ നാടും നഗരവും ഏറ്റെടുക്കുമ്പോൾ തന്നെ ബജറ്റിലെ മദ്യനികുതി ഇളവുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നുള്ള ആശങ്കകൾ പരിഹരിക്കണം എന്ന ഒരു ആവശ്യം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കുന്നത്. അത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിനാകെയുള്ള ആശങ്കയാണ് അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ സാദിഖ് അലി തങ്ങൾ അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, എന്തായാലും സംസ്ഥാന ബജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട നിർദ്ദേശത്തിൽ എന്തായാലും വിവാദം പുകയുന്ന ഒരു സാഹചര്യമാണുള്ളത്. നടപടിക്കെതിരെ കോൺഗ്രസിലും UDFിലും വലിയ രീതിയിലുള്ള അതൃപ്തിയും പ്രകടമാവുകയാണ്. റിയാസ് KM ആണ് വിവരങ്ങൾ നൽകിയത്.